പെരുമ്പാവൂരിൽ തനിക്ക് അർഹതപ്പെട്ട സീറ്റാണ് നിഷേധിക്കപ്പെട്ടതെന്ന് എൽദോസ് കുന്നപ്പിള്ളിൽ 24-നോട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും എൽദോസ് കുന്നപ്പിള്ളിൽ പറഞ്ഞു. AK ആന്റണിയുടെ വിളിയാണ് നിർണായകമായത്. VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയുമാണ് തനിക്കായി വാദിച്ചതെന്നും എൽദോസ് കുന്നപ്പിള്ളിൽ 24-നോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. എൽദോസ് കുന്നപ്പള്ളിയാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. സാർ, ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് സാർ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ മുന്നണി വിട്ട് തന്നെ പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കുന്നു, അങ്ങനെ പല അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൽ സത്യം? മുന്നണിയിൽ തന്നെ തുടരുമോ? ഇതൊന്നും എൻ്റെ നാവിൽ നിന്ന് വീണതല്ല. പാർട്ടി രൂപീകരിക്കണമെന്നോ മുന്നണി വിട്ടു പോകുമെന്നോ സ്വതന്ത്രനായി മത്സരിക്കുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി പെരുമ്പാവൂരിലെ ജനപ്രതിനിധിയാണ് ഞാൻ പോകാത്ത വീടുകളില്ല, ഞാൻ കാണാത്ത ആളുകളില്ല. ഞാൻ 24 മണിക്കൂറും അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു എളിയ സേവകനാണ്. ഈ തവണ എനിക്ക് ഈസിയായി ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. 15,000-ൽ വോട്ട് ജയിക്കും, വൻ ലീഡ്. അതിൽ കൂടുതൽ അങ്ങനെ ആളുകൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് എനിക്ക് സീറ്റില്ല എന്ന വാർത്ത പുറത്തു വരികയും അവിടുത്തെ ആളുകൾ പ്രതികരിച്ചു. അതിനെതിരെ പ്രകടനങ്ങൾ നടന്നു. അവസാന നിമിഷം വരെയും ഞങ്ങൾ പൊരുതി. പക്ഷേ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് അവിടെ സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്കൊരു വേദനയുണ്ട്. എൻ്റെ നേതാക്കന്മാർ, നേതൃത്വം എന്നോട് പറഞ്ഞിരുന്നു, പെരുമ്പാവൂർ താൻ തന്നെയാണ് സ്ഥാനാർത്ഥി, അതിനനുസൃതമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. പക്ഷേ എന്നോട് നേരത്തെ പറയുകയാണ് ഇത്തവണ ഒന്ന് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസ്ത വിധേയനായി ഒരു നല്ല കുഞ്ഞാടിനെ പോലെ പാർട്ടിയെ അനുസരിച്ച് ഞാൻ പത്രക്കാരുടെ മുൻപിൽ ഇത്തവണ മാറിയെന്നതിന് കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന, എല്ലാവർക്കും സ്വീകാര്യനായ, ആദർശധീരനായ വ്യക്തിയാണല്ലോ ശ്രീ AK ആന്റണി സാർ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 20 MLA-മാരിൽ 20 പേർ, 20 കോൺഗ്രസിൻ്റെ മക്കളാണ്. 20 മക്കളാണ്. 20 പേർക്ക് ഒരേ പരിഗണന കിട്ടണ്ടേ? സമാനമായ കേസുകളുള്ളവർ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെയും അതുപോലെ പരിഗണിക്കുമെന്നാണ് AK ആന്റണി സാർ പറഞ്ഞത്. KPCC പ്രസിഡന്റ് അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പോൾ എല്ലാ നേതാക്കന്മാരുടെ സ്നേഹം എന്നോടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അവരുടെ കൈകളിൽ നിന്ന് അത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരികയും 20 MLA-മാർക്ക് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 19 പേർക്ക് സീറ്റ് കൊടുത്ത് എൻ്റെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് എനിക്കുണ്ടായിട്ടുള്ള ഒരു മനോവേദന അത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ ആ താളുകൾ ഞാൻ മറിച്ചു. ഞാൻ പുതിയ സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിൻ്റെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അർഹതപ്പെട്ട സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഇനിയും പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും പറയുന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. അങ്ങനെ പെരുമ്പാവൂരിലെ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പ് കുറയാം, സ്വതന്ത്രനായി ഒന്നും ഇറങ്ങില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മനോജ് മൂത്തേട്ടനൊപ്പം ഉണ്ടാകുമെന്നതാണ് പ്രഖ്യാപനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.